പിണറായി വിജയൻ നരേന്ദ്രമോദി എന്നൊരു വാക്ക് പറഞ്ഞില്ല, അമിത്ഷാ എന്നൊരു വാക്ക് കണ്ടില്ല, ഒറ്റ അക്ഷരം വേണ്ടിയില്ല. പേര് പറഞ്ഞു. അത് രാഹുൽ ഗാന്ധിയുടെ പേര് പറയാൻ അദ്ദേഹം സവിശേഷമായി ഒരു തുറന്ന പോർമുഖം സംഘമായിട്ട് സൃഷ്ടിക്കുക, സംഘിന്റെ ഭരണകൂടമായിട്ട് സൃഷ്ടിക്കുക. പക്ഷെ ആ പോർമുഖത്തിന്റെ മുന്ന ഇന്ന് കറക്റ്റാക്കി വെച്ച് കൊടുക്കുന്നതിൽ പിണറായി വിജയൻ എവിടെ ഒരു വീഴ്ച പറ്റിയല്ലോ. കാരണം പിണറായി വിജയൻ ഇറങ്ങി വന്നിട്ട് പറയാണ് ഇത് രാഹുൽ ഗാന്ധിക്ക് സന്തോഷം ഉണ്ടാക്കും. അത് പറയേണ്ട കാര്യമാണോ? ഓഫ് കോഴ്സ് അത് ആഡ് ചെയ്യേണ്ട കാര്യമാണ്, ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ ആദ്യം പറയേണ്ടതാണ് നരേന്ദ്രമോദി തൻ്റെ ചീട്ടും കൊണ്ടുവരുന്ന ഈ ഇഡിക്ക് എൻ്റെ വീട്ടിൽ കയറാം, പക്ഷെ എന്നെ കൊടുക്കാം, എന്നെ തോൽപ്പിച്ച് കളയാം എന്നൊരു വിചാരം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ ഇന്ത്യയെ ചലിപ്പിക്കുന്ന ഒരു വാചകമായി പോയനെ. സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു 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 ഒഴുക്കിന് എന്തുമാത്രം വലിയ ഊക്ക് കിട്ടിയാൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് റിയാസ് സംസാരിക്കും. അതെ, റിയാസ് പറഞ്ഞ വാക്ക് ഇന്ന് പിണറായി വിജയൻ നരേന്ദ്രമോദി എന്നൊരു വാക്ക് പറഞ്ഞില്ല, അമിത്ഷാ എന്നൊരു വാക്ക് കണ്ടില്ല, ഒറ്റ അക്ഷരം വേണ്ടിയില്ല. പേര് പറഞ്ഞു. അത് രാഹുൽ ഗാന്ധിയുടെ പേര് പറയാൻ അദ്ദേഹം സവിശേഷമായി ശ്രമിച്ചു. ഞാൻ പറഞ്ഞത് സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിൽ അതിന്റെ ദിശ കൃത്യമാക്കുന്നതിൽ, അതിന്റെ മുന്ന കൃത്യമാക്കുന്നതിൽ, അതിന്റെ ആവേശം കൃത്യമാക്കുന്നതിൽ ഈ വാക്കുകൾക്ക് പങ്കാളിത്തം ഉണ്ടെന്നിരിക്കെ അദ്ദേഹം അത് പറയാതിരിക്കാൻ ശ്രദ്ധിച്ചു. BJP സർക്കാർ എന്ന വാക്ക് ഉപയോഗിച്ചു, മോദിയുടെ പേര് പറഞ്ഞില്ല. ആ ഉപയോഗിക്കുന്ന വാക്കുകൾക്കും പറയുന്ന പ്രയോഗങ്ങൾക്കും എടുത്തണിയുന്ന മുദ്രാവാക്യങ്ങൾക്കും പ്രാധാന്യമുണ്ട് ഒരു മൂവ്മെന്റിൽ. സോ അത് ഉണ്ടായില്ല എന്ന് നിർഭാഗ്യകരമായിരുന്നു. ഞാൻ ഇതിനെ ഇഡിയുടെ വരവിനെ CPIM-ന്റെ ആളുകൾ പ്രതിരോധിക്കാൻ ഇറങ്ങിയതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. എല്ലാത്തരം പ്രതിരോധങ്ങളെയും ഞാൻ പോസിറ്റീവായി കാണുന്നു. കാരണം ഇഡി എല്ലാത്തരം മാന്യതകളെയും മറികടന്നു വരുന്ന ഒരു സംഘമാണ്. അതിനൊരു മാന്യതയും ഇല്ല, ഒരു നിലയ്ക്കുള്ള നിയമത്തോടും ഭരണഘടനാ മൂല്യങ്ങളോടും ഒരു നിലയ്ക്കുമുള്ള ഒരു 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 അടുപ്പവുമില്ലാത്തൊരു സംഘമാണ്. അതൊരു രാഷ്ട്രീയ വേട്ടനായ സംഘമാണ്. ആ സംഘത്തെ ആരും നിയന്ത്രിക്കാനില്ല എങ്കിൽ, ആ സംഘത്തെ നിയന്ത്രിക്കാൻ കോടതിയില്ലെങ്കിൽ, ആ സംഘത്തെ നിയന്ത്രിക്കാൻ സർക്കാരില്ലെങ്കിൽ ജനം അതിനെ നിയന്ത്രിക്കും, ജനം അതിനെ പ്രതിരോധിക്കും, ജനത്തിന് അറിയാവുന്ന വഴിയിലൂടെ പ്രതിരോധിക്കും. ഈ എന്താ പറയുക മോശം സംഗതികൾ, ഈ അനഭിലഷണീയമായ പ്രതിരോധ മാർഗങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ വേട്ടനായ സംഘത്തെ നിയന്ത്രിക്കുന്നവർ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകും. ജനം ഇറങ്ങി തെരുവിൽ നിന്നാൽ അതിന് മേലെ പിന്നെ ഒന്നുമില്ല എന്ന് എല്ലാവരും ഓർക്കാൻ ഈ സന്ദർഭം ഉപകാരപ്പെട്ടതെന്ന് ഞാൻ പറയാം.